ജമ്മു കശ്മീരിലെ ഈ നടുക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ജമ്മു കശ്മീർ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുടെ പേരുമുണ്ട്. എൻ രാമചന്ദ്രൻ, കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. കുടുംബവുമൊത്താണ് ഈ യാത്രയ്ക്ക് പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ബസന്ത്, കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണെന്ന് അറിയുന്നു. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അറിയാം, ഇത് പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. നാരായണ മേനോൻ എന്ന് പറയുന്ന ആളുടെ മകൻ രാമചന്ദ്രൻ ഇവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള 16 പേരുടെ പട്ടികയിൽ പേരുണ്ട്. പക്ഷേ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ് എന്നുള്ള മാത്രമാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് കുടുംബസമേതം കശ്മീരിലെത്തിയത് തുടങ്ങിയ വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആദ്യം 8 മണിവരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ 16 പേരുടെ കൊല്ലപ്പെട്ട 16 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒരു പേരാണ് ഈ രാമചന്ദ്രൻ, സൺ ഓഫ് നാരായണ മേനോൻ എന്നുള്ളത്. എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ് എന്നുള്ള വിവരം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എൻ രാമചന്ദ്രൻ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവനം ഈ ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അദ്ദേഹം കുടുംബവുമൊത്ത് ഇന്നലെയാണ് ജമ്മു കശ്മീരിലേക്ക് പോയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എൻ രാമചന്ദ്രൻ, ഒരു മലയാളിയുടെ ജീവൻ കൂടി ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോർക്കയുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ നോർക്കയുടെ ഭാഗത്ത് നിന്ന് ഈ സമയവും വന്നിട്ടില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഡന്റിറ്റി ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നോർക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർക്ക സിഒയുമായൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.